Hi friends, welcome back to my channel. Agniveer 2024 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. കുട്ടികളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട 3 ടിപ്സും എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടുമാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, ഇനി നിങ്ങളുടെ മുന്നിൽ എക്സാം സ്റ്റാർട്ട് ആകാനായിട്ട് വെറും 4 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഇനിയും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 1, കുട്ടികളെ, മോക്ക് ടെസ്റ്റ്. കുട്ടികളെ, ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റാണ്. നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്തത്, GD ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും NA ആണെങ്കിലും ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. മിനിമം 5 മോക്ക് ടെസ്റ്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പോകാവുന്നതാണ്. എത്ര മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റിൻ്റെ ലെവൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ അഫോർഡബിൾ പ്രൈസിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കുട്ടികളെ, വെറും 199 രൂപ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. നിങ്ങൾക്ക് 30 മോക്ക് ടെസ്റ്റും 14 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭിക്കുന്നതായിരിക്കും. ആ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ തന്നെ ആ എല്ലാ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. GDയുടെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, ടെക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്, NAയുടെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 2, ഈ ഒരു പോയിന്റ് നിങ്ങൾ നല്ലപോലെ കേൾക്കണം. കൂടുതലും കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്കാണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണ് കുട്ടികളെ? എക്സ്ട്രാ മെറ്റീരിയൽ ഒന്നും നിങ്ങൾ പഠിക്കാതിരിക്കുക. എവിടെയാണോ നിങ്ങൾ പഠിക്കുന്നത് അവിടുത്തെ ആ ഒരു മെറ്റീരിയൽ ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ, ഓൺലൈനാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ. മനസ്സിലായ കുട്ടികളെ, നിങ്ങൾക്ക് എവിടെയാണോ പഠിക്കുന്നത് അവിടുത്തെ മെറ്റീരിയൽ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നുള്ള മെറ്റീരിയൽ എടുക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സ്ട്രാ ഇനി നിങ്ങളൊന്നും പഠിക്കാതിരിക്കുക. നിങ്ങളിനി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യുക. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റ് കൂടി നിങ്ങൾ കൊണ്ടുപോവുക. പിന്നെ സബ്ജക്റ്റ് വൈസ് നിങ്ങൾ നിങ്ങളുടെ ഓരോ പോർഷൻസും കവർ ചെയ്യുക. ഫിസിക്സ് എടുക്കുക, കെമിസ്ട്രി എടുക്കുക, ബയോളജി എടുക്കുക. ലൈറ്റായിട്ട് ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളത് കവർ ചെയ്ത് പോവുക. എക്സ്ട്രാ മെറ്റീരിയൽ നിങ്ങൾ ഒന്നും തന്നെ പഠിക്കരുത്. ഇനി അത് നിങ്ങൾക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും കാൻഡിഡേറ്റിനോട് നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത്, നീ എവിടം വരെ പഠിച്ചു, നീ ഇത് പഠിച്ചോ അത് പഠിച്ചോ എന്നൊന്നും. നിങ്ങൾ പഠിച്ചത് എന്താണോ അതിന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മനസ്സിലായ കുട്ടികളെ? വേറെ ഒരു കുട്ടികളെടുത്തും ചോദിക്കരുത് നീ എത്ര പഠിച്ചു, ഞാൻ എത്ര പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച മെറ്റീരിയൽ എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കുട്ടികളെ, എക്സ്ട്രാ മെറ്റീരിയൽ പരമാവധി അവോയ്ഡ് ചെയ്യുക. കുട്ടികളെ, ഈ ഒരു 3rd and ലാസ്റ്റ് പോയിൻ്റാണ് ഹെൽത്ത് ഇഷ്യൂസ്. നിങ്ങളുടെ ഹെൽത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതിനകത്ത് എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കൂടി ഫോക്കസ് ചെയ്തിരിക്കണം. എല്ലാ ദിവസവും മസ്റ്റായിട്ട് നിങ്ങൾ 3 to 5 ലിറ്ററെങ്കിലും വാട്ടർ ഇൻടേക്ക് ചെയ്യണം. ഫുഡ് നിങ്ങൾ പരമാവധി പ്രോപ്പറായിട്ട് കഴിക്കാൻ നോക്കണം. ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എങ്ങാനും ഫുഡ് പോയ്സണും അതുപോലെ തന്നെ ലൂസ് മോഷനോ എന്നിവ പോലുള്ള ഏതെങ്കിലും അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിത്തത്തെ നല്ലപോലെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കൂടി ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല റിക്കവറി കൂടി എടുക്കുക. മിനിമം ഒരു 5 to 7 അവറെങ്കിലും നിങ്ങൾ നല്ലപോലെ റിക്കവറി എടുത്തിരിക്കണം. പിന്നെ ലാസ്റ്റ് ദിവസങ്ങളിൽ നിങ്ങൾ ഓവർലോഡ് കൊടുക്കരുത് നിങ്ങളുടെ മൈൻഡിന്. അതുപോലെ തന്നെ നല്ല റിക്കവറി എടുക്കണം, റെസ്റ്റും എടുത്തിരിക്കണം. അതുകൂടി നിങ്ങളുടെ സ്റ്റഡിയുടെ ഒരു പാർട്ടാണ്. മനസ്സിലായ കുട്ടികളെ? അതുകൊണ്ട് ഹെൽത്ത് കൂടി നിങ്ങൾ മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്തിരിക്കണം. ഏതെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ടി വന്നാലും ഏതെങ്കിലും ആക്സിഡൻ്റൽ ഇഞ്ചുറി വന്നാലും അത് നിങ്ങളെ പഠിത്തത്തെയും ഇത്രയും മാസം നിങ്ങൾ കഷ്ടപ്പെട്ട ഈ ഒരു ഹാർഡ് വർക്കിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. നല്ലപോലെ മൈൻഡൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ആക്സിഡൻ്റ് ഒന്നും വരാതെ, ഹോസ്പിറ്റലൊന്നും അഡ്മിറ്റ് ആവാതെ, വേറെ ഏതെങ്കിലും ഡിസീസ് ഒന്നും വരാതെ നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കെയർ ചെയ്യുക. കുട്ടികളെ, ഇത്രയും പോയിൻറ്റ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എല്ലാ പോയിൻറ്റും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് കുട്ടികളെ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ട്. എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടിക്കാണും. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് അനുസരിച്ച്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ, അതായത് നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി നിങ്ങൾ മസ്റ്റായിട്ടും കൊണ്ടുപോയിരിക്കണം. അതോടൊപ്പം തന്നെ ID കാർഡ് നിങ്ങൾ മസ്റ്റായിട്ടും ക്യാരി ചെയ്തിരിക്കണം. ID കാർഡ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒറിജിനൽ ID കാർഡ് ആയിരിക്കണം.
വിത്ത് ഫോട്ടോയുള്ള, അതായത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, ആധാർ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, എന്നിവ പോലുള്ള ID പ്രൂഫ് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതാണ്. ഇതോടൊപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 ഫോട്ടോ കൂടി കൊണ്ടുപോയിരിക്കണം. ഇതോടൊപ്പം നിങ്ങൾ ബോൾ പെൻ കൂടി മസ്റ്റായിട്ടും കൊണ്ടുപോയിരിക്കണം. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഡെഫിനറ്റ്ലി അത് റിലേറ്റഡ് വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആർമി, GD, ട്രേഡ്സ്മാൻ, WMP, ഓഫീസ് അസിസ്റ്റൻറ്റ്, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ എന്നീ ട്രേഡിൻ്റെ മോക്ക് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കുട്ടികൾ, അപ്പോൾ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വേറൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.